നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. അത്ര ശുഭകരമായ വാർത്തയല്ല പ്രവാസ ലോകത്തു നിന്നും വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ചില വാർത്തകളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒപ്പം ഇത്തരം ഭീകരമായ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾ അടങ്ങുന്ന പ്രവാസ ലോകം എങ്ങനെ നോക്കിക്കണ്ടു എന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം മറ്റനവധി വാർത്തകൾ. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ഹമാസ് നേതാക്കളെ വധിക്കാൻ ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ അടുത്ത വട്ടം അത് നേടുമെന്ന് യുഎസിലെ ഇസ്രയേൽ അംബാസിഡർ എഹിൽ ലൈത്തർ പ്രഖ്യാപിച്ചു. ഇസ്രയേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തലിനുള്ള രാജ്യാന്തര ശ്രമങ്ങളെ ഇസ്രയേൽ തന്നെ തുരങ്കം വെക്കുന്നു എന്ന ആശങ്ക ഇതോടെ ശക്തമായി. അതേസമയം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത തുടരുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ഇസ്രയേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന US അവകാശവാദം ഖത്തർ തള്ളിക്കളഞ്ഞു. ആക്രമണം ആരംഭിച്ച് 10 മിനിറ്റിന് ശേഷമാണ് അമേരിക്ക വിവരങ്ങൾ കൈമാറിയതെന്നും വ്യക്തമാക്കി. ഇതിനിടെ ഖത്തറിന് പിന്തുണ അറിയിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ഫോണിൽ സംസാരിച്ച നരേന്ദ്രമോദി ദോഹയിലെ ആക്രമണത്തിൽ അഗാധമായ ആശങ്ക അറിയിച്ചു. സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതിനെ ഇന്ത്യ അപലപിക്കുന്നു എന്നും വ്യക്തമാക്കി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തറിൽ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഖത്തറിന്റെ സുരക്ഷയിലുള്ള ആത്മവിശ്വാസത്തിൽ ആശങ്കകളില്ലാതെ ഖത്തറിലെ മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസ ലോകം ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ട് എന്താണെന്ന് അറിയാതെ ആദ്യം നടുങ്ങിയെങ്കിലും ഏതു പ്രതിസന്ധികളും സ്വദേശികളെയും പ്രവാസികളെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ഖത്തറിന്റെ മണ്ണിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് പ്രവാസികൾ ഒന്നടങ്കം വിശ്വസിക്കുകയായിരുന്നു. അത് തന്നെയാണ് ഓരോ ഘട്ടത്തിലും പ്രവാസികളെ മുന്നോട്ട് നയിച്ചതും. ഖത്തർ സുരക്ഷാ ഓഫീസർ ഉൾപ്പെടെ 6 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഖത്തറിലെ അപ്രതീക്ഷിത ആക്രമണം അത് സത്യത്തിൽ പ്രവാസികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് വലിയ ഈ മനക്കട്ടിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് വേണം പറയാൻ. ജെറുസലേമിൽ നടത്തിയ ആക്രമണം തിരിച്ചടിക്ക് കാരണമായെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആക്രമണമായാലും ഉപരോധമായാലും രാജ്യത്തെ ജനങ്ങളെ ഭീതിയിലും ആശങ്കയിലും ആക്കാതെ സാഹചര്യങ്ങളെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നുവെന്നാണ് ഖത്തറിനെ പ്രവാസ ലോകം നെഞ്ചോട് ചേർക്കാൻ പ്രധാന കാരണം. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് മേൽ പൂർണ്ണ വിശ്വാസമാണ് ദോഹയിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക്. ഇസ്രയേലിന്റെ ആക്രമണം മേഖലയെ തന്നെ നടുക്കിയെങ്കിലും യുദ്ധഭീതിയോ ആശങ്കകളോ ഇല്ലാതെ എന്നത്തെയും പോലെ തന്നെ സാധാരണ ദിനമായി തന്നെയാണ് കഴിഞ്ഞ ദിവസവും കടന്നുപോയത് എങ്കിലും ആക്രമണത്തിൽ രാജ്യത്തിന്റെ സൈനികരെ നഷ്ടമായതിന്റെ ദുഃഖത്തിലാണ് പ്രവാസികളും. ഭയമില്ല, ആത്മവിശ്വാസമേറെ. കോർണിഷിലേക്ക് കാറിൽ പോവുകയാണ് വലിയ ശബ്ദം കേട്ടത്. കാറിന്റെ ടയർ പൊട്ടിയതായിരിക്കുമെന്ന് ആദ്യം കരുതി. സംശയം തോന്നി വിൻഡോ തുറന്നപ്പോൾ വെസ്റ്റ് ബേ ഭാഗത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടു. ഇസ്രായേൽ ആക്രമണമാണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ ഭയമൊന്നും തോന്നിയില്ല. കാരണം ഖത്തർ പ്രവാസികൾക്ക് നൽകുന്ന സുരക്ഷ അത്രയ്ക്കും ശക്തമാണ് എന്ന് കണ്ണൂർ സ്വദേശിയായ ഒരു പ്രവാസി പറയുകയാണ്. സത്യത്തിൽ ഒരു രാജ്യത്തെ കുറിച്ച് ഒരു പ്രവാസി ഇങ്ങനെ പറയുന്നത് ആ രാജ്യത്തിന്റെ സുരക്ഷ എത്രത്തോളം വലുതാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജോലിക്കിടെയാണ് സ്ഫോടന വിവരം അറിഞ്ഞത് എങ്കിലും പേടിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി. കാരണം പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന രാജ്യമാണ് ഖത്തർ. സർക്കാരിന്റെ കരുതലിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് യുദ്ധഭീതിയോ ആശങ്കകളോ ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നത് എന്ന് കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന കൊല്ലംകാരനും പറയുകയുണ്ടായി. ഐക്യത്തിന്റെ കരുത്തുകൂടിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത് 2ാം തവണയാണ് മിസൈലുകളുടെയും സ്ഫോടനങ്ങളുടെയും ശബ്ദം ഖത്തറിലെ ജനങ്ങൾ കേൾക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ 23-നാണ് ഖത്തറിലെ അൽ ഉദൈദയിലെ US വ്യോമതാവളത്തിന് നേർക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള ആക്രമണമായതിനാൽ തന്നെ വ്യോമപാത അടച്ച് ജനങ്ങൾക്ക് പരിക്കോ ജീവഹാനിയോ സംഭവിക്കാതെ മിസൈലുകളെ പ്രതിരോധിച്ച രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ഖത്തറിന് കഴിഞ്ഞു. ജനങ്ങളെ ഭീതിയിലാക്കാതെയും വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ ഭരണകൂടത്തിന് കഴിഞ്ഞുവെന്ന് ഖത്തറിന് മേലെയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് എന്നും പ്രവാസികൾ പറഞ്ഞു. ആ ഒരു ഒറ്റ നിലപാട് തന്നെയാണ്, ആ ഒരു ഒറ്റ കാര്യം തന്നെയാണ് പ്രവാസികൾക്ക് ഇത്രയും വിശ്വാസം കൂടാൻ കാരണം. ആക്രമണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല 2017 ജൂൺ 5-ന് അയൽ രാജ്യത്ത് ഖത്തറിന് മേൽ ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴും സ്വദേശികൾക്കൊപ്പം പ്രവാസികളെയും ചേർത്തു പിടിച്ച രാജ്യമാണ് ഖത്തർ. ജനങ്ങൾക്ക് ആശങ്കയ്ക്ക് ഇട നൽകാതെ ഒറ്റ ദിനം കൊണ്ട് പ്രതിസന്ധികളെ മറികടന്ന് 5 വർഷം നീണ്ട ഉപരോധത്തിലൂടെ രാജ്യം അതിവേഗം സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിച്ചു. സ്വദേശികളും പ്രവാസികളും തമ്മിലുള്ള ഐക്യത്തിന്റെയും പൗരത്വ വ്യത്യാസമില്ലാതെ സർക്കാർ നൽകുന്ന കരുതലിന്റെയും കാര്യത്തിൽ ആഗോള ശ്രദ്ധ നേടിയ രാജ്യം
രാജ്യം കൂടിയാണ് ഖത്തർ. സത്യത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനം തോന്നുകയാണ്. കാരണം ആ പ്രവാസികൾ അനുഭവിക്കുന്ന ആ ഒരു സുരക്ഷിതത്വം സ്വന്തം മാതൃരാജ്യത്തിൽ എന്ന പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു സുരക്ഷിതത്വം മറ്റു രാജ്യത്ത് അവർക്കുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ നമ്മളിപ്പോൾ അത് എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ വീണ്ടും ഉറക്കി പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളോ ഇതിന് പിന്നിലുള്ള സംഘർഷങ്ങളോ ഒക്കെ തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ, വിഷയങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തി ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ നമുക്ക് മറ്റൊരു തലത്തിൽ ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ 1 വർഷത്തിലേറെ താമസിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കസ്റ്റംസ് നിയമങ്ങൾ അനുസരിച്ച് നിശ്ചിത അളവ് സ്വർണ്ണാഭരണങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാം. എങ്കിലും ഈ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താത്തതിനെ തുടർന്ന് യാത്രക്കാർ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. നിലവിൽ സ്വർണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിച്ച മൂല്യപരിധി അപ്രസക്തമായതാണ് ആശയക്കുഴപ്പങ്ങൾക്ക് പ്രധാന കാരണം. ഇത് സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നിവേദനം സമർപ്പിച്ചതായി പ്രസിഡന്റ് നിസാർ തളങ്കര പറഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള മൂല്യനിർണയം 2016 പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് വിദേശത്ത് 1 വർഷത്തിലേറെ താമസിച്ച ഒരു യാത്രക്കാരന് 50,000 രൂപ മൂല്യമുള്ള 20 ഗ്രാം വരെ സ്വർണ്ണാഭരണങ്ങൾ ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാം. അതുപോലെ ഒരു യാത്രക്കാരിക്ക് 1 ലക്ഷം രൂപ മൂല്യമുള്ള 40 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാം. ഈ നിയമം രൂപപ്പെടുത്തിയ കാലത്ത് 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഏകദേശം 2500 രൂപയായിരുന്നു വില. അതനുസരിച്ചാണ് ഈ മൂല്യപരിധികൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഏകദേശം 7180 രൂപയാണ്. ഈ നിരക്കിൽ 50,000 രൂപ മൂല്യമുള്ള സ്വർണം വെറും 7 ഗ്രാമിൽ താഴെ മാത്രമാണ്. 1 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണമാണെങ്കിൽ 14 ഗ്രാമിൽ താഴെയും. അതായത് നിയമത്തിൽ പറയുന്ന 20 ഗ്രാമും 40 ഗ്രാമും ഇന്നത്തെ മൂല്യപരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ വൈരുദ്ധ്യം പ്രവാസികളായ യാത്രക്കാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. നിയമത്തിന്റെ ലക്ഷ്യം സ്വർണത്തിന്റെ ഭാരം പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു. എന്നാൽ നിലവിലെ അവസ്ഥയിൽ മൂല്യമാണ് പരിഗണിക്കുന്നത്. നിലവിലെ വിജ്ഞാപനം അനുസരിച്ച് യാത്രക്കാർക്ക് നിയമപ്രകാരമുള്ള ഭാരം അനുസരിച്ച് സ്വർണം കൊണ്ടുവരാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരു യാത്രക്കാരൻ 20 ഗ്രാം സ്വർണം കൊണ്ടുവന്നാൽ അതിന്റെ ഇന്നത്തെ മൂല്യം 1,43,600 രൂപ വരും. ഇത് നിയമത്തിലെ 50,000 രൂപ എന്ന പരിധി കവിയുന്നതിനാൽ യാത്രക്കാരൻ അധിക നികുതി നൽകേണ്ടി വരും. ഇതിനെ ചൊല്ലി വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി പതിവായി തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിയമത്തിന്റെ ലക്ഷ്യം സ്വർണത്തിന്റെ ഭാരം പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു. എന്നാൽ നിലവിലെ അവസ്ഥയിൽ മൂല്യമാണ് പരിഗണിക്കുന്നത്. ഇത് നിയമത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ തന്നെ അട്ടിമറിക്കും. മാത്രമല്ല, ഈ ആശയക്കുഴപ്പം പലപ്പോഴും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. നിഷ്കളങ്കരായ യാത്രക്കാർക്ക് പോലും ഇത് ചിലപ്പോൾ ദുരിതമാകാറുണ്ട്. ദുരുപയോഗങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ഇപ്പോഴത്തെ ആവശ്യം. മൂല്യപരിധി ഒഴിവാക്കി ഭാരം മാത്രം മാനദണ്ഡമാക്കണം. ഇത് നിയമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവുമായി യോജിച്ചു പോവുകയും സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ യാത്രക്കാർക്ക് നിയമം പാലിക്കാൻ എളുപ്പമാകുകയും ചെയ്യും. പ്രവാസികളുടെ ദീർഘകാലമായുള്ള ഈ ആവശ്യം പരിഗണിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത് ശരിയാണ്. എപ്പോഴും നമുക്ക് വില മാറിക്കൊണ്ടിരിക്കുകയാണ്. വില ഇപ്പൊ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര സ്വർണം കൊണ്ടുവരണം എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ ഇന്നത്തെ രീതി വെച്ചിട്ട് മാക്സിമം എമൗണ്ട് നമ്മൾ എടുത്തു വിചാരിക്കാം. പക്ഷെ ഇവര് എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും സ്വർണത്തിന്റെ വില മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ വീണ്ടും അത് പ്രശ്നം വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ വാർത്തയ്ക്ക് താഴത്തെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര സ്വർണമാണ് പ്രവാസികൾ കയ്യിൽ കരുതുക എന്നുള്ളൊരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു സ്വർണം എത്രത്തോളം കരുതാം എന്നതിന് വ്യക്തമായ ഒരു വാർത്ത കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ ഒരു അപ്ഡേഷൻ ഇനി കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ മാത്രമേ പുതിയൊരു അപ്ഡേഷൻ എന്തായാലും ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ എന്തായാലും മൂല്യം അനുസരിച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാരം അനുസരിച്ച് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ തുക നിങ്ങൾക്ക് അധിക നികുതിയായിട്ട് അടയ്ക്കേണ്ടി വരും. ഇനി എത്ര രൂപയാണ് ഒരു പ്രവാസി കയ്യിൽ കരുതാനാകുക എന്നുള്ളത് വിശദമായി നമുക്ക് മറ്റൊരു ചർച്ചയിലാകാം. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവാണ്. ഇന്റർനെറ്റ് കേബിൾ മുറിഞ്ഞ ചെങ്കടലിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ട് ഇന്റർനെറ്റ് സേവനം ആഴ്ചകളോളം തടസ്സപ്പെടാം. 6 ആഴ്ച വരെ ഇത്തരത്തിൽ UAE-യിൽ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടേക്കാം എന്നാണ് വിവരം. ലോകത്താകെ ഡേറ്റ കൈമാറ്റം നടക്കുക 95% ഈ സബ്സീ കേബിളിലൂടെയാണ്. ഇതിലാണ് ഇപ്പോൾ തടസ്സം നേരിട്ടത്. സമുദ്രത്തിനടിയിലെ ഈ കേബിളുകൾ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലെല്ലാം പ്രതിസന്ധി ഉണ്ടാകാം. സൗദിയിൽ ജിദ്ദയ്ക്ക് സമീപം CME, അതുപോലെ തന്നെ V4 IMEW കേബിളുകൾ, കുവൈറ്റിലെ ഫാൽക്കൺ GCX കേബിളുകൾ എന്നിവയാണ് തകർന്നത്. മിഡിൽ ഈസ്റ്റിന് പുറമെ ഇവ ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്.
ഇവയുടെ കൃത്യമായ കേടുപാടുകൾ തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കുമെന്നും വിവരമുണ്ട്. മറ്റൊരു സംവിധാനം ഒരുക്കും വരെ ആകും ഇന്റർനെറ്റ് വേഗത കുറയുക. യൂറോപ്പുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷന് 30% വേഗം കുറയും. ബിസിനസ് ഡീലുകളിലടക്കം പ്രശ്നം ബാധിക്കും. പകരമായി ഉപഗ്രഹ സംവിധാനം തേടാനും നിർദ്ദേശം ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു 6 ആഴ്ചയോളം തന്നെ ഇന്റർനെറ്റ് വിച്ഛേദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവാസികളടക്കമുള്ള മലയാളികൾക്ക് അത് വലിയ ഒരു ബുദ്ധിമുട്ടാകും. കാരണം വീടുകളുമായൊക്കെ തന്നെ ഒരു കണക്ടിവിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ വീടുകളോട് നേരത്തെ അറിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വാർത്തകൾ വഴി അറിയിക്കുന്നതുമായിരിക്കും. മലയാളി പ്രവാസികളെ അടക്കം ബാധിക്കുന്ന പുതിയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച UAE സർക്കാർ രാജ്യത്തെ മൂടൽമഞ്ഞ് കനക്കുന്നത് കണക്കിലെടുത്ത് 2ാം ദിവസവും റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മൂടൽമഞ്ഞ് ശക്തമാകുന്ന സാഹചര്യത്തിൽ UAEയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് റെഡ്, യെല്ലോ അലർട്ടുകൾ നൽകിയിരിക്കുന്നത്. മൂടൽമഞ്ഞിൽ കാഴ്ച വ്യക്തമല്ലാത്ത സാഹചര്യമുള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോഴടക്കം ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരക്കേറിയ പാതകളായ ഷെയ്ഖ് ഖാലിഫ ബിൻ സയ്യേദ് ഇന്റർനാഷണൽ റോഡിലും ബോഹാസ റോഡിലും വേഗപരിധി കുറച്ചിട്ടുണ്ട്. UAEയുടെ ചില ഭാഗങ്ങളിൽ കാർമേഘങ്ങൾ കാണുന്നതിനാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ രാജ്യത്ത് ചില ഭാഗങ്ങളിലും മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഈർപ്പമുള്ള കാലാവസ്ഥയും പൊടിക്കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതേസമയം കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനും ക്ലൗഡ് സീഡിംഗ് പ്രവർത്തനങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള പഠനത്തിലാണ് UAEയിലെ കാലാവസ്ഥാ വിദഗ്ധർ. ഇത് സംബന്ധിച്ച് അടുത്തിടെ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ ചർച്ചയും നടന്നു. നിലവിലെ സാങ്കേതിക വിദ്യ 3 മുതൽ 7 ദിവസം വരെയുള്ള കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുമെന്നും ഉച്ചകോടിയിൽ ചൂണ്ടിക്കാട്ടി. ഈ ശൈത്യകാലത്ത് ലോകത്തിലെ പ്രധാന നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എത്തിഹാദ് എയർവേസ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില നഗരങ്ങളിലേക്കുള്ള യാത്രാ ടിക്കറ്റ് 30% ഓഫറാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ഈ ഓഫർ ലഭിക്കുന്നതിന് സെപ്റ്റംബർ 12 മുൻപ്, അതായത് എനിക്ക് തോന്നുന്നു ഇനി അധികം ദിവസമില്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്തു കൊള്ളുക. 2025 സെപ്റ്റംബർ മുതൽ 2026 മാർച്ച് വരെയുള്ള യാത്രക്കാർക്ക് ഈ ഓഫർ ലഭ്യമാകുമെന്നാണ് എത്തിഹാദ് അറിയിച്ചിരിക്കുന്നത്. UAEയുടെ ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് 2025 ആദ്യ പകുതിയിൽ 1.1 മില്യൺ ദിർഹത്തിന്റെ അറ്റാദായവും യാത്രക്കാരുടെ എണ്ണത്തിലെ റെക്കോർഡും നേടിയെടുത്തിരുന്നു. 2ാം പകുതി ഇതിലും മികച്ചതാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. പരിമിതമായ ഈ ഓഫർ 12 നഗരങ്ങളിലേക്കുള്ള നിരക്കുകളിലാണ് ഇളവ് പ്രഖ്യാപിച്ചത്. തായ്ലാന്റിലെ കാബ്രി, അതുപോലെ തന്നെ ചിയാങ് മായ്, കംബോഡിയയിലെ ഫിനാം പെൻ, അൾജീരിയയിലെ അൾജിയേഴ്സ്, ട്യൂണീഷ്യയിലെ ട്യൂണിസ്, വിയറ്റ്നാമിലെ ഹനോയ്, ഇന്തോനേഷ്യയിലെ മേധാൻ തുടങ്ങിയ ജനപ്രിയ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ 1835 ദിർഹം മുതലാണ് ആരംഭിക്കുന്നത്. എത്യോപ്യയിലെ ആഡിസ് അബാബയിലേക്ക്, റഷ്യയിലെ കസാനിലേക്കുമുള്ള വിമാന ടിക്കറ്റുകൾ 1465 ദിർഹം മുതൽ ആരംഭിക്കുമ്പോൾ ഹോങ്കോങ്ങിലേക്കുള്ള ടിക്കറ്റുകൾ 1935 ദിർഹം മുതൽ ലഭ്യമാണ്. ഇനിയും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പാകിസ്ഥാനിലെ പെഷവാറിലേക്ക് 895 ദിർഹം മുതൽ പറക്കാം. തായ്പേയിലേക്ക് പോകുന്നവർക്ക് 1985 ദിർഹം മുതൽ ആരംഭിക്കുന്ന നിരക്കുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. UAEയിൽ അടക്കമുള്ള പ്രവാസികൾ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എത്തിഹാദ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ പ്രത്യേകിച്ച് ചിലപ്പോൾ ഇത് ഒറ്റ അങ്ങോട്ടേക്കുള്ള യാത്രയുടെ ടിക്കറ്റ് നിരക്ക് മാത്രമായിരിക്കും. അത് കണ്ട് ചാടി വീഴണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കൊരു യാത്ര പോകാം, അതിനുള്ള ഫിനാൻഷ്യൽ നമ്മൾ സെറ്റ് ആണ്, അല്ല ഓക്കെ ആണ് എന്ന് വിചാരിക്കണമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. യാത്ര പോവുക. ഒരുപാട് കാശില്ലാതെ കുറഞ്ഞ ചെലവിൽ പോയി വരാമെന്നാണ് അവർക്ക് തന്നെ വാഗ്ദാനം നൽകുന്നത്. എന്തായാലും കൃത്യമായി അന്വേഷിച്ച ശേഷം മാത്രം യാത്രകളുമായി മുന്നോട്ട് പോകുക. മറ്റു വാർത്തകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.